അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ സൈനികർ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളുടെ നട്ടെല്ല് തന്നെ ഇന്ത്യൻ സൈനികരാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ വരുന്ന ഒരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ കോങ്കോ എന്ന ഒരു ആഫ്രിക്കൻ രാജ്യം, ആ രാജ്യം വിമതർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. വിമതർ പിടിച്ചെടുത്ത നഗരത്തിൽ 80ഓളം സമാധാന സേനാംഗങ്ങളും ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ കോർപ്സിലെ അംഗങ്ങളുമുണ്ടായെന്നാണ് പുറത്ത് വരുന്ന വിവരം. ഈ വിമതർ റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നത്. മാർച്ച് 23 മൂവ്മെൻറ്റ് അഥവാ M23 എന്നാണ് ഈ വിമത സഖ്യത്തിലെ വിമതസേനയെ അറിയപ്പെടുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ആഭ്യന്തര സംഘർഷമാണ്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ദക്ഷിണാഫ്രിക്കയുടെ സേനാംഗങ്ങളും ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളും അവിടെ എത്തിയിട്ടുള്ളത്. ഈ സമാധാന സേനാംഗങ്ങൾ ഏതൊക്കെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ ഇന്ത്യൻ സേന അതിൻ്റെ ഒരു നട്ടെല്ലായി തന്നെ പ്രവർത്തിക്കുന്നു. നമ്മളിത് ലെബനനിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഈ സമാധാന സേനാംഗങ്ങൾ ഇപ്പോൾ കോങ്കോയിൽ പ്രവർത്തിക്കുന്നത്. ഇതുവരെ ഈ സംഘർഷത്തിൽ 13ഓളം സമാധാന സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അതിൽ നമ്മുടെ ഇന്ത്യൻ സൈനികരാരും തന്നെ ഇല്ല. മോട്ടോർ ബോംബുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് വിമതന്മാർ ഇപ്പോൾ ആ രാജ്യം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ സേനയെ വിട്ട് കിട്ടണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റഫോസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മാർച്ച് 23 അതായത് മാർച്ച് 23 മൂവ്മെൻറ്റും ഒപ്പം തന്നെ DRC എന്ന് പറയുന്ന അവിടുത്തെ ഔദ്യോഗിക സായുധ സേനയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. ഏതായാലും വിമതർ അവിടുത്തെ പല നഗരങ്ങളും പിടിച്ചടക്കി എന്നാണ്. ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഇന്ത്യൻ സേന ഉൾപ്പെടുന്ന സമാധാന സേനാംഗങ്ങളാണ്. അവരെ തിരികെ എത്തിക്കാനും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടുതൽ സേന അയക്കുന്ന കാര്യം ഐക്യരാഷ്ട്ര സംഘടനയും ആലോചിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.